ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ദൈവം മരിച്ചോ? യൂറോപ്പിലെ പ്രസിദ്ധനായ ഒരു സുവിശേഷ പ്രഘോഷകൻ തൻ്റെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളാൽ നിരാശനായി മാറി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം അതിൽ നിന്നും കരകയറിയില്ല. ഭാര്യ ആശ്വസിപ്പിക്കുവാനും പ്രത്യാശ പകരാനും ശ്രമിച്ചുവെങ്കിലും അതെല്ലാം നിഷ്ഫലമായി. ഒരു ദിവസം രാവിലെ ഭാര്യ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് അയാളുടെ മുന്നിലെത്തി. യൂറോപ്പിലൊക്കെ ആരെങ്കിലും മരിക്കുമ്പോഴോ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴോ ആണ് കറുത്ത വസ്ത്രങ്ങൾ സാധാരണയായി ധരിക്കുന്നത്. ദുഃഖസൂചകമായ ഇത്തരം കറുത്ത വസ്ത്രങ്ങൾ അത്തരം സന്ദർഭങ്ങളിലാണ് യോജിക്കുന്നതും. അതുകൊണ്ട് ഭർത്താവ് പെട്ടെന്ന് ചോദിച്ചു, ആരാ മരിച്ചത്? ദൈവം അല്ലാതാരാ? ഭാര്യയുടെ മറുപടി പെട്ടെന്നായിരുന്നു. അയാൾക്കൊന്നും മനസ്സിലായില്ല. അതിനാൽ വീണ്ടും ചോദിച്ചു, നീ കാര്യം പറ, ആരാ മരിച്ചത്? ഭാര്യ ഗൗരവത്തോടെ ആവർത്തിച്ചു, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രസംഗിക്കുന്ന ആ ദൈവമുണ്ടല്ലോ, അദ്ദേഹം മരിച്ചു. നിനക്കെന്താ വട്ടുപിടിച്ചോ? ഭർത്താവ് ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. എനിക്കൊരു വട്ടും പിടിച്ചിട്ടില്ല. നിങ്ങളല്ലേ എന്നും പ്രസംഗിക്കുന്നത് ദൈവം സർവശക്തനാണ്, സകലതും നന്മയാക്കി മാറ്റുന്നവനാണ് എന്നൊക്കെ. എന്നിട്ടും എത്ര ദിവസമായി നിങ്ങളിങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നു? ഭാര്യയുടെ വാക്കുകളുടെ മുമ്പിൽ അദ്ദേഹം ലജ്ജിച്ച് തല താഴ്ത്തി. പലപ്പോഴും നാം വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മെ നിരാശപ്പെടുത്തുന്നത് എന്നാണ്. രോഗങ്ങൾ, സാമ്പത്തിക പ്രതിബന്ധങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, പരാജയങ്ങൾ, ഒറ്റപ്പെടൽ, ഇവയ്ക്കൊന്നും നമ്മെ നിരാശപ്പെടുത്താനുള്ള കഴിവില്ല. എങ്കിലും ഇവയുടെയെല്ലാം മുന്നിൽ നാം പലപ്പോഴും നിരാശപ്പെട്ടിരുന്നിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം? നമ്മുടെ നോട്ടം എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് മാത്രമായി മാറുന്നു. എപ്പോഴും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നോക്കിയിരിക്കുമ്പോൾ പ്രശ്നം വലുതായിത്തീരുന്നു. നമ്മുടെ ആത്മധൈര്യം നഷ്ടപ്പെടുന്നു. അതിനാൽ ധൈര്യം വീണ്ടെടുക്കുക. നമ്മുടെ പ്രശ്നം എത്ര വലുതും നമ്മുടെ പ്രതിസന്ധികൾ എത്ര ഭീകരവുമാകട്ടെ, നിരാശപ്പെടരുത്. ഇവയെല്ലാം തരണം ചെയ്യാനുള്ള കരുത്ത് നമ്മളിൽ തന്നെയുണ്ട്. കണ്ടെത്തുക മാത്രം മതി.